സുഡാനി സുഹൃത്തുക്കളുടെ മുഖമുള്ള ഒരാൾ. കോപ്പ് വെർദയുടെ ഗോൾ പോസ്റ്റിന് താഴെ തലങ്ങും വിലങ്ങും പാറി സ്പാനിഷ് വെടിയുണ്ടുകളെ നെഞ്ചും വിരിച്ച് നേരിട്ട വോസിനിയെ കണ്ടപ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തിയതാണ്. 40 വയസ്സാണ് ഇന്ന് അയാളുടെ പ്രായം. എന്തൊരു വീര്യം! ഇന്നത്തെ മാത്രമല്ല, ഈ ലോകകപ്പിന്റെ തന്നെ ഹീറോയാണ് അയാൾ. 4 പതിറ്റാണ്ട് മുമ്പ് മെക്സിക്കൻ ലോകകപ്പിൽ ബ്രസീൽ ടീമിൽ അംഗമായിരുന്ന ജോസിമറിന്റെ കളി കണ്ട് ആകൃഷ്ടനായാണ് വോസിനിയുടെ പിതാവ് തന്റെ മകന് ജോസിമർ ജോസെ എവോറ ഡയസ് എന്ന് പേരിട്ടത്. ബ്രസീൽ ടീമിലെ പ്രധാന താരങ്ങളുടെ അസാന്നിധ്യം മൂലമാണ് അന്ന് ബ്രസീൽ നിരയിലേക്ക് ജോസിമറിന് അപ്രതീക്ഷിതമായി വിളി വന്നത്. എന്നാൽ ടൂർണമെന്റിൽ വടക്കൻ അയർലൻഡിനെതിരെയും പോളണ്ടിനെതിരെയും ലോങ് റേഞ്ച് ഷോട്ടുകളിലൂടെ അദ്ദേഹം നേടിയ മനോഹരമായ ഗോളുകൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെ മികച്ചവയായി മാറി. ആ ലോകകപ്പിലെ മികച്ച 11ലും ജോസിമർ ഇടം പിടിച്ചു. മകന് പേരിടാൻ സമയമായപ്പോൾ ഈ ബ്രസീലിയൻ താരത്തിന്റെ കളി കണ്ട് വിസ്മയിച്ചു നിന്ന ആ സൈനികൻ തന്റെ വീട്ടിലേക്ക് 2 പേരുകൾ നിർദ്ദേശിച്ചയച്ചു. അർജന്റീന താരം ജോർജ് വാൽഡാനോയുടെ പേരും ബ്രസീലിയൻ താരം ജോസിമറിന്റെ പേരും. അതിൽ 2ാമത്തെ പേരാണ് ആ കുഞ്ഞിന് അവർ നൽകിയത്. ആഫ്രിക്കയിലെ കുഞ്ഞു രാഷ്ട്രത്തിൽ വളർന്ന ജോസിമറിനും ഫുട്ബോളിനോട് തന്നെയായിരുന്നു പ്രണയം. എന്നാൽ അവനിഷ്ടം വലയ്ക്ക് താഴെ കാവൽക്കാരനായി നിൽക്കാനായിരുന്നു. കാലക്രമേണ അവൻ വോസിഞ്ഞ എന്ന വിളിപ്പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. 2012 കേപ്പ് വെർദെ ദേശീയ ടീമിൽ അരങ്ങേറ്റം കുറിച്ച വോസിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് ടീമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരവും മികച്ച നായകനുമായി മാറി. ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻസ് ടൂർണമെന്റുകളിൽ കേപ്പ് വെർദെ നയിച്ച അദ്ദേഹം വൻകരയിലെ വമ്പൻ ടീമുകൾക്കെതിരെ പോരാടാൻ തന്റെ ടീമിന് കരുത്തു പകർന്നു. തങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായി 2026 ഫിഫ ലോകകപ്പിന് കേപ്പ് വെർദെ യോഗ്യത നേടിയതിന് പിന്നിലെ കരുത്തും വോസിനിയായിരുന്നു. ലോകത്തിലെ മുൻനിര താരങ്ങളടങ്ങിയ സ്പാനിഷ് പട കിണഞ്ഞു ശ്രമിച്ചിട്ടും കേപ്പ് വെർദയുടെ പോസ്റ്റിലേക്ക് ഒരു പന്ത് പോലും എത്തിക്കാനായില്ല. വോസിനിക്ക് മുന്നിൽ മുൻ ലോക ജേതാക്കളായ സ്പെയിൻ മുട്ടുമടക്കി. ഫുട്ബോൾ ലോകം വോസിഞ്ഞ എന്ന അതിശയ താരത്തിന്റെ പോരാട്ട വീര്യത്തിനു മുന്നിൽ ആദരവോടെ ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു.